ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. ഡിയർ ഫ്രണ്ട്സ്, പടച്ചവൻ ഈ പ്രപഞ്ചത്തിൽ കോടിക്കണക്കിന് സൃഷ്ടികളെ പടച്ച് സംവിധാനിച്ചിട്ടുണ്ട് എന്നു മാത്രമല്ല, അവകളിൽ ഓരോന്നിനും അവരുടേതായ റിസ്ഖുകൾ, ഉപജീവനങ്ങൾ, അവരുടെ സസ്റ്റനൻസ് നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവകൾ അഥവാ ഓരോന്നിനും ഭക്ഷണം നൽകുകയും അവരതിനെ സ്വീകരിക്കുകയും ചെയ്യുന്ന രീതികൾ തികച്ചും പരസ്പരം വ്യത്യസ്തതകൾ നിറഞ്ഞതാണ്. ഫ്രണ്ട്സ്, പടച്ചവൻ്റെ സൃഷ്ടികളിലെ ഒരു പ്രധാനപ്പെട്ട സൃഷ്ടി വിഭാഗമാണ് ജിന്നുകൾ അഥവാ ഭൂതവർഗം. അവരുടെ സൃഷ്ടിപ്പ് മനുഷ്യ സൃഷ്ടിപ്പിൽ നിന്നും വ്യത്യസ്തമായതുപോലെ തന്നെ അവരുടെ സസ്റ്റനൻസ്, ഉപജീവന രീതിയും ഭക്ഷണം സ്വീകരിക്കുന്ന രീതിയും തികച്ചും വ്യത്യസ്തമാണ്. എങ്ങനെയാണ് ജിന്നുകൾ ഭക്ഷണം സ്വീകരിക്കുന്നത്? അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നാം ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കണമെന്ന് ഉണർത്തിക്കൊണ്ട് ഏവരെയും ഒരിക്കൽ കൂടി ചാനലിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വൺസ് അഗെയിൻ വെൽക്കം ടു റംലെ മദീന. ഫ്രണ്ട്സ്, നാം മനുഷ്യർ ഭക്ഷണത്തെ സ്വീകരിക്കുന്നത് അതിൻ്റെ ഫിസിക്കൽ രൂപത്തിലാണ്, അഥവാ ഒരു ഭക്ഷണ പദാർത്ഥത്തെ അതിൻ്റെ മാദയോടൊപ്പം സ്ഥൂലത്തോടൊപ്പമാണ് സ്വീകരിക്കുന്നത്. എന്നാൽ ജിന്നുകൾ അവരുടെ ഭക്ഷണം സ്വീകരിക്കുന്നത് അങ്ങനെയല്ല. മറിച്ച് അവർ ആ ഭക്ഷണ പദാർത്ഥത്തിലെ എനർജിയെ ഒരു ബ്രീത്തിങ് രൂപത്തിൽ ഇൻടേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബിക്കോസ് ജിന്നുകൾ അവരുടെ സൃഷ്ടിപ്പ് തന്നെ ഒരു എനർജറ്റിക് ഫോമിലാണ്, അഥവാ തീയുടെ ഒരു ലെയറിനെ ബേസ് ചെയ്താണ് അവരെ പടയ്ക്കപ്പെട്ടിരിക്കുന്നത്. ഖുർആൻ പറയുന്നുണ്ട്, വഖലഖൽ ജാന്ന മിൻ മാരിജിൻ മിൻ നാർ. പുകയില്ലാത്ത തീയിൽ നിന്നുമാണ് പടച്ചവൻ ജിന്നുകളെ പടച്ചിരിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ ഹ്യൂമൻ ബോഡിയുടെ നേച്ചറായ ഒരു സോളിഡ് ഫോമിലല്ല അവരെ പടയ്ക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അവർക്ക് അവരുടേതായ രീതിയിലുള്ള അസ്തിത്വം നൽകപ്പെട്ടിട്ടുണ്ട്. സോ അവർ അവരുടെ ഫുഡിനെ സ്വീകരിക്കുന്ന രീതിയും അത്തരത്തിൽ എനർജിക് ഇൻടേക്കിങ്ങിലൂടെയാണ്. ആയതുകൊണ്ടാണ് ജിന്നുകളുടെ പ്രധാന ഭക്ഷണമായ എല്ലുകൾ നമ്മുടെ മനുഷ്യരുടെ നോട്ടത്തിൽ എല്ലുകൾ അതുപോലെ തന്നെ ശേഷിക്കുന്നതായി കാണുന്നുണ്ടെങ്കിലും അതിലെ എനർജിയെ അവർ പൂർണ്ണമായും സ്വീകരിക്കുന്നുണ്ട്. കാരണം എല്ലുകൾ എന്നത് ബ്ലഡിൻ്റെ, രക്തത്തിൻ്റെ ഒരു അബ്സോർബ്ഡ് ഫോമാണ്. അതിൻ്റെ പുറമേയും ഉള്ളിലുമുള്ള ഒരു ലെയറാണ് അവർ ഭക്ഷണമായി സ്വീകരിക്കുന്നത്. അതുപോലെ തന്നെ നാം ഉപയോഗിക്കുന്ന മാംസാഹാരം തുടങ്ങിയ മറ്റു ഭക്ഷണങ്ങളുടെ അരികിലൂടെ അവർ കടന്നു പോകുമ്പോൾ ദേ ബിഗിൻ ടു ഇൻഹെയിൽ ദ എനർജി ഓഫ് ഫുഡ്. അവർക്ക് ആ ഫുഡിലുള്ള എനർജിയെ ഇൻഹെയിൽ ചെയ്ത്, അഥവാ ഒരു ബ്രീത്തിങ്ങിന്റെ രൂപത്തിൽ അവരുടെ ഉള്ളിലേക്ക് വലിച്ചെടുക്കാൻ കഴിയുന്നതാണ്. ഭക്ഷണ പദാർത്ഥങ്ങളെയും പാനീയങ്ങളെയും ഒക്കെ മൂടിവെക്കാൻ പ്രേരണ നൽകുന്ന കൽപ്പനകൾ പ്രവാചക അധ്യാപനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഹദീസിന്റെ ആശയത്തിൽ കാണാം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അക്കീക്ക അറുക്കുമ്പോൾ അതിൻ്റെ എല്ലുകൾ പൊട്ടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഉലമാക്കൾ പറയുന്നുണ്ട്, കാരണം അതിൽ നിങ്ങളുടെ ജിന്ന് സഹോദരങ്ങൾക്കുള്ള ഭക്ഷണങ്ങളുണ്ട്. അങ്ങനെ ചെയ്യുന്നതിലൂടെ ജിന്നുകളുടെ ഭാഗത്തു നിന്നുമുള്ള ഉപദ്രവങ്ങളിൽ നിന്നും ആ കുഞ്ഞ് സുരക്ഷിതനായിരിക്കാൻ അത് കാരണമായി തീരും. ഈ വീഡിയോയിൽ ഇത്രമാത്രം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത വീഡിയോയിൽ പുതിയൊരു വിഷയവുമായി കണ്ടുമുട്ടാം. ദുആയിൽ ഓർക്കുമെന്ന പ്രതീക്ഷയോടുകൂടി ദിസ് ഈസ് യുവർ ചാനൽ റംലെ മദീന സൈനിങ് ഓഫ്. അസ്സലാമു അലൈക്കും.